മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ പ്രാരംഭവാക്യം വായിക്കും. ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദിയയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദിയയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന ചോദ്യമാണ് അവർ രാജാവിനോട് ആദ്യമായി ചോദിക്കുന്നത്. ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്നുത്തരം പറയുക. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകമൊന്നടങ്കം ആഘോഷിക്കുന്ന ക്രിസ്മസ് ദിനങ്ങളിലേക്ക് നാം വന്നെത്തിയിരിക്കുകയാണ്. നാം വായിച്ചതായ വേദഭാഗം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനന സമയത്ത് ബെത്ലഹേമിൽ ജനിച്ച യേശുവിനെ കാണുവാൻ കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലേക്ക് എത്തുന്നതായ ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. വർഷങ്ങളായി ലോകത്തുള്ള കോടിക്കണക്കിന് മനുഷ്യർ ആഘോഷിക്കുന്ന ഒരു ആഘോഷ ദിനമാണ് ക്രിസ്മസ്. എന്നാൽ ക്രിസ്മസ് എന്ന ഈ പദം എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ക്രിസ്റ്റസ് മാസേ എന്ന ഈ വാക്കിൽ നിന്നാണ് ക്രിസ്മസ് എന്ന പദം ഉത്ഭവിക്കുന്നത്. വർഷങ്ങളായി ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. എന്താണ് ക്രിസ്മസിന്റെ ചരിത്രം? ഈ ക്രിസ്മസ് യേശു ക്രിസ്തുവിന്റെ എത്രാമത്തെ ജന്മദിനമാണെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അല്ലെങ്കിൽ ക്രിസ്മസിന്റെ അർത്ഥം എന്താണ്? അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ ജന്മദിനമാണ് ലോകമെങ്ങും ക്രിസ്മസ് കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ക്രിസ്തു ജനിച്ചത് എന്നാണെന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയാമോ? ക്രിസ്തുവിന്റെ യഥാർത്ഥ ജന്മദിനം ഏതെന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്ക് ശരിയായ വ്യക്തതയില്ല. ബൈബിളിൽ പഴയ നിയമത്തിലെയോ പുതിയ നിയമത്തിലോ ഏതും സംബന്ധിച്ച യാതൊരു സൂചനയും നൽകപ്പെട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഡിസംബർ മാസം 25 ക്രിസ്മസ് ദിനമായി മാറ്റപ്പെട്ടത്? 2000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന കർത്താവായ യേശു ക്രിസ്തു താൻ ജനിച്ചത് എന്നെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വേദപുസ്തക പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു BC 6 BC 4 ഇടയിലുമാണ് ക്രിസ്തു ജനിച്ചതെന്ന് അറിയപ്പെടുന്നത്. മത്തായി, ലൂക്കോസ് സുവിശേഷകന്മാർ വിവരിക്കുന്ന സംഭവ വിവരങ്ങൾ ബന്ധപ്പെടുത്തിയാണ് ഈ കാലഘട്ടം ദൈവശാസ്ത്രജ്ഞന്മാർ കണക്കാക്കുന്നത്. ക്രിസ്തുവിന്റെ കുർബാന എന്നർത്ഥം വരുന്ന ക്രിസ്റ്റസ് മാസേ എന്നീ 2 പദങ്ങളിൽ നിന്നാണ് ക്രിസ്മസ് എന്ന വാക്ക് ഉണ്ടായത്. പുരാതന റോമ സാമ്രാജ്യത്തിൽ സൂര്യദേവന്റെ ജന്മദിനമായിട്ടാണ് ഡിസംബർ 25 ആഘോഷിച്ചിരുന്നത്. റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ക്രിസ്തുമതം സ്വീകരിച്ചതോടെ റോമ സാമ്രാജ്യത്തിലും അതിന്റെ സ്വാധീനം അധികം വർദ്ധിച്ചു. അങ്ങനെ ഡിസംബർ മാസം 25 ക്രിസ്തുവിന്റെ ജന്മദിനമായി ആഘോഷിക്കപ്പെട്ടു തുടങ്ങിയതോടെയാണ് ഈ വാദം ഉണ്ടാകുന്നത്. സാറ്റേണാലിയ എന്ന ശനിയെ പൂജിക്കുന്ന പാഗൻ ഉത്സവമായും ഡിസംബർ 25 വിശേഷിപ്പിക്കാറുണ്ട്. ആദ്യമായി ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിച്ചത് AD 336 ആണെന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ നോക്കിയാൽ ഈ വർഷത്തേക്ക് 1682 ക്രിസ്മസ് ആണ്. എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ജൂലിയസ് 1 മാർപ്പാപ്പയാണ് ഡിസംബർ 25 ക്രിസ്മസ് ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അങ്ങനെ ഇന്ന് വിവിധ സഭകൾ ക്രിസ്മസ് ഡിസംബർ 25 ആഘോഷിക്കുകയാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി പൗരസ്ത്യ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സഭകളിൽ മിക്കവരും ജനുവരി 6 യേശുവിന്റെ ജന്മദിനമായി ആചരിക്കാറുമുണ്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ക്രിസ്മസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന കടകളിലൊക്കെയും സ്റ്റാറുകളും മറ്റ് ലൈറ്റുകളൊക്കെ തൂക്കിയിടുന്നത് കാണാറുണ്ട്. നാം ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നാം ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാറുണ്ട്. ക്രിസ്മസ് ആഘോഷത്തിൻ്റെതായി നടക്കുന്ന പുൽക്കൂടൊരിക്കല്, നക്ഷത്ര വിളക്ക് തൂക്കല്, ക്രിസ്മസ് ട്രീ അലങ്കാരം, സമ്മാനങ്ങൾ കൈമാറൽ, കരോള്, നൃത്യം തുടങ്ങി ഇങ്ങനെ വിവിധ കാര്യങ്ങളും അതിന് എല്ലാത്തിനും പുറകിൽ ചില ചരിത്രങ്ങളുണ്ട്. ക്രിസ്മസ് സംബന്ധിച്ചുള്ളതായ മിക്ക ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയും ജർമ്മനിയിൽ നിന്നാണ് വന്നത് കരുതപ്പെടുന്നു. യൂൾ എന്ന ശൈത്യകാല വിശേഷ ദിനത്തിലെ ആചാരങ്ങളിൽ നിന്നാണ് ഇത് കടമെടുക്കപ്പെട്ടിരിക്കുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ക്രിസ്മസ് അപ്പൂപ്പൻ സാന്താക്ലോസിനുമുണ്ട് ഒരു ചരിത്രം. AD 4 നൂറ്റാണ്ടിൽ ഏഷ്യ മൈനർ ജീവിച്ചിരുന്നതായ നിക്കോളാസ് എന്ന വ്യക്തിയാണ് ഇദ്ദേഹം. അത് കാലക്രമത്തിൽ സാന്താക്ലോസായി മാറിയതാണ്. ഡിസംബർ 6 വിശുദ്ധ നിക്കോളാസിന്റെ അനുസ്മരണ ദിനം. ഡച്ചുകാരനാണ്.
സാന്താക്ലോസ് അപ്പൂപ്പൻ, ക്രിസ്മസ് പാപ്പ, അങ്കിൾ എന്നൊക്കെയും അതിന് പേരുണ്ടായിരുന്നു. ഇതിന് സ്തോത്രം. 8-ാം നൂറ്റാണ്ടിലാണ് ക്രിസ്മസ് മരം എന്ന രീതി ജർമ്മനിൽ ആരംഭിച്ചത്. ഇതൊക്കെ പറയാൻ ഒരുപാട് സമയമുണ്ട്. ഇതിനിടയിൽ മറ്റൊരു ഭാഗം ഉണ്ടായിരുന്നു. 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ പുൽക്കൂടൊരുക്കൽ രീതി 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ പുൽക്കൂടൊരുക്കൽ രീതി തുടങ്ങിയതായി കരുതപ്പെടുകയാണ്. 1223 വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരുക്കിയ പുൽക്കൂടാണ് ആദ്യത്തെ പുൽക്കൂടായി പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ ജനനവുമായിട്ട് ക്രിസ്തുമസിന് യാതൊരു ബന്ധവുമില്ല. യേശുവിൻ്റെ ജനനം ക്രിസ്മസ് ആഘോഷിക്കുന്ന ഡിസംബർ 25 അല്ല എന്നത് പറയാൻ വേണ്ടിയാണ് ഈ കാര്യമൊക്കെ ഞാൻ പറഞ്ഞത്. വായിച്ച വേദഭാഗം നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം, അതിൻ്റെ പ്രാരംഭ 2 വാക്യങ്ങൾ. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദിയയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദ്യയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. സാധാരണഗതിയിൽ ഈ വിദ്വാൻമാർ യെരുശലേമിൽ കാലുകുത്തണമെങ്കിൽ ഏതെങ്കിലും പ്രത്യേക കാര്യം അവിടെയുള്ള ജനത്തോട് പറയേണ്ടതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക കാര്യത്തെപ്പറ്റിയുള്ള അറിയിപ്പിന് വേണ്ടിയും വിളംബരത്തിന് വേണ്ടിയുമാണ് ഇവർ കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരവിടെ വന്നതിനെ കുറിച്ചുള്ളതായി ശ്രുതി നാടെല്ലാം പരന്നു കഴിഞ്ഞിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇവരുടെ വരവ് അന്ന് രാജാവ് അറിഞ്ഞിട്ട് ഹെരോദ രാജാവ് അത് കേൾക്കുകയും യെരുശലേമിലൊക്കെയും ഒരു പരിഭ്രമം ഉണ്ടാവുകയും ചെയ്തു. ഒരുപക്ഷെ ഇവരുടെ കടന്നുവരൽ ഏതെങ്കിലും പ്രകൃതിദത്തമായ അല്ലെങ്കിൽ പ്രകൃതിപരമായ ഏതെങ്കിലും സംഭവങ്ങൾ നടക്കുവാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വരുവാനുള്ള കാര്യത്തെപ്പറ്റിയുള്ളതായ ചില വിവരങ്ങൾ രാജാവിനെയോ ജനങ്ങളെയോ ബോധിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ വിദ്വാൻമാർ അവിടേക്ക് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലേക്ക് എത്തി എന്ന വാർത്ത ഹെരോദ രാജാവ് കേട്ടു. അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേമൊക്കെയും ഭ്രമിച്ചു. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേമൊക്കെയും ഭ്രമിച്ചു എന്ന് പറയുകയാണ്. ഉടനെ ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെ ആകുന്നു ജനിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു. അപ്പോൾ അവർ അവനോട് യഹൂദയിലെ ബെത്ലഹേമിൽ തന്നെ എന്ന് പറയുകയാണ്. അതിന്റെ 6-ാം വാക്യത്തിൽ ഒരു പഴയ നിയമത്തിലെ ഉദ്ധരണി അവിടെ പറയുകയാണ്. ദൈവനാമത്തെ മഹത്വം ഉണ്ടാകട്ടെ. കിഴക്ക് നിന്ന് വന്നതായ വിദ്വാൻമാർ അവർ തത്വചിന്തകന്മാരായിരുന്നു. ഈ വിദ്വാൻമാരെ നയിച്ചു കൊണ്ടുവരുന്നത് ഒരു നക്ഷത്രമായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവാണ് ജനത്തെ വിടുവിപ്പാനും ജനത്തിന്റെ വീണ്ടെടുപ്പുകാരനുമായിട്ട് വരുന്നതെന്ന് ഇവർക്ക് ദൃഢമായൊരു ധൈര്യമുണ്ടായിരുന്നു. അതെ, ഞങ്ങൾ അവന്റെ നക്ഷത്രം കണ്ടു എന്ന് പറഞ്ഞാണ് അവർ മുന്നോട്ട് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ വിദ്വാൻമാരുടെ കയ്യിലുള്ളതായ പ്രവചന താളുകൾ ഇവർ മറിച്ചുകൊണ്ടായിരുന്നു വരുവാനുള്ളതായ മശിഹായെ ഇവർ കാത്തിരുന്നത്. പെട്ടെന്ന് ഒരു പ്രത്യേക വെളിച്ചത്തെ ആകാശത്ത് കണ്ടതായ വിദ്വാൻമാർ ഉടനെ നോക്കിയത് പഴയ നിയമ താളുകളിലേക്കായിരുന്നു. സംഖ്യാപുസ്തകം 24-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഞാൻ അവനെ കാണും, ഇപ്പോൾ അല്ലതാനും. ഞാൻ അവനെ ദർശിക്കും, അടുത്തല്ലതാനും. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. അത് മോവാബിന്റെ പാർശ്വങ്ങളെയെല്ലാം തകർക്കുകയും തുമുലപുത്രന്മാരെയൊക്കെയും സംഹരിക്കുകയും ചെയ്യും. പുരാതന ലിഖിതങ്ങളും ചുരുളുകളും അവർ പരിശോധിച്ചു. ബിലയാമിന്റെ പ്രവചനം ഇപ്രകാരമായിരുന്നു: യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്നൊരു ചെങ്കോൽ ഉയരും. ഈ നക്ഷത്രം വാഗ്ദത്ത മശിഹയ്ക്ക് മുന്നോടിയായി അയച്ചതായിരിക്കുമോ? സ്വർഗത്തിൽ നൽകിയ സത്യത്തിന്റെ പ്രകാശത്തെ വിദ്വാൻമാർ നേരത്തെ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. അത് ഇപ്പോൾ കൂടുതൽ വ്യക്തമായി അത് ഈ മശിഹായായി പിറക്കപ്പെട്ടവൻ അവൻ പിറക്കപ്പെട്ടിരിക്കുന്നു. ഉടനെ അവർ നോക്കുകയാണ്, അവൻ എവിടെയാണ് ജനിക്കുവാൻ ഇടയുള്ളത്. ഇനിയും വേദഭാഗങ്ങൾ ഇനിയുണ്ട്. ഇവർക്ക് പറവാൻ അനേകം കാര്യങ്ങളുണ്ട്, പരിശോധിക്കുവാനും അനേകം കാര്യങ്ങളുണ്ട്. അതേ വേദഭാഗങ്ങൾ ഇവർ തപ്പി നോക്കുകയാണ്. അവർ വീണ്ടും താളുകൾ മറിക്കുകയാണ്. മീക പ്രവചനം 5-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. അത് യേശു യഹൂദയിലെ ബെത്ലഹേമിൽ ജനിക്കുമെന്നുള്ളതായ ആ തിരുവെഴുത്ത് അവർ പൂർണ്ണമായി വിശ്വസിച്ചു. അങ്ങനെ പ്രവാചകന്മാർ മുഖാന്തരം എഴുതിയതായ വാക്കുകളെ അവർ വിശ്വസിക്കുകയാണ്.
എന്നാൽ അവരിപ്പോൾ എത്തിയിരിക്കുന്നത് എവിടെയാണ്? അവരെത്തിയിരിക്കുന്ന യഹൂദന്മാരുടെ രാജാവിനെ തേടി ഇപ്പോൾ യെരുശലേമിൻ്റെ രാജകൊട്ടാരത്തിലാണ് അവരെത്തിയിരിക്കുന്നത്. ആർക്കും വന്നു പോകുന്ന ഒരു ചെറിയൊരു കൺഫ്യൂഷനാണ്, അല്ലെങ്കിൽ ആർക്കും വന്നു പോകുന്ന ഒരു തെറ്റാണ്. കാരണം യഹൂദന്മാർക്ക് രാജാവായി പിറന്നവൻ എവിടെയാണ് പിറക്കേണ്ടത്? അവൻ ബെത്ലഹേമിൽ പിറക്കണം. ബെത്ലഹേമിൽ കൊട്ടാരമുണ്ടെങ്കിൽ അവിടെ തന്നെ അവൻ പിറക്കും. ഇവർ യെരുശലേമിൽ വന്നു, ആദ്യം രാജകൊട്ടാരത്തിൽ വന്ന് അന്വേഷിച്ചു, അങ്ങനെ പിറന്നവൻ എവിടെയെന്ന്. രാജാവ് ഭയന്നുപോയി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നവർ ചോദിച്ചു. ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടവനെ നമസ്കരിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദ രാജാവ് ഇത് കേട്ടിട്ട് അവനും യെരുശലേമും ഒക്കെയും ഭ്രമിച്ചുപോയി. ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം ഉടനെ കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. അവർ അവനോട് പറയുകയാണ്, യഹൂദയിലെ ബെത്ലഹേമിൽ തന്നെ. അപ്പോൾ ആ പ്രവചന ഭാഗങ്ങൾ വീണ്ടും അവർ പറയുകയും ബെത്ലഹേമിൽ തന്നെയാണ് അവൻ ജനിക്കുന്നതെന്നും അവിടെ ഉറപ്പുവരുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. അത് പ്രവാചകന്മാർ മുഖാന്തരം പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് പ്രവാചകന്മാർക്ക് തെറ്റുപറ്റുകയില്ല. പ്രവചന വാക്യങ്ങൾ അവർ വിശ്വസിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇത് രാജാവ് കേട്ടു. ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബെത്ലഹേമിലേക്ക് അയച്ചു. എന്നിട്ടൊരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾ ചെന്ന് ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ, കണ്ടെത്തിയാൽ ഞാനും ചെന്ന് നമസ്കരിക്കേണ്ടതിന്. കണ്ടോ, ഇങ്ങനൊരു വാക്ക് പറഞ്ഞിരിക്കുകയാണ്. ഈ വിദ്വാൻമാർ എന്തായാലും യേശുവിനെ കണ്ടെത്തും എന്നുള്ളതായ കാര്യം ഹെരോദാവിന് അറിയാം. കാരണം ഒരു നക്ഷത്രമാണ് ഇവരെ നയിക്കുന്നത്. അപ്പോൾ ആ നക്ഷത്രം ഇവരെ കൊണ്ട് എത്തിക്കും എന്നുള്ളത് ഹെരോദ രാജാവിന് കൃത്യമായി അറിയും. എന്നാൽ കണ്ടെത്തിയ ഉടനെ ഈ യേശുവിനെ നമസ്കരിക്കണമെന്ന വ്യാജേനെ രാജാവ് ഇവരോട് അവൻ ജനിച്ച സ്ഥലം എവിടെയാണ് എന്ന് ചോദിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് വന്ന് എന്നെ അറിയിപ്പിൻ എന്നുകൂടെ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതാണ് ദൈവത്തിൻ്റെ കരുതൽ എന്ന് പറയുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. പ്രീതിമക്കളെ, ഈ വേദഭാഗത്തിൽ നാം ചിന്തിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഇവരെ നയിക്കുന്നതായ ഒരു നക്ഷത്രം. ആ നക്ഷത്രം ഇവരുടെ പാതയുടെ മുൻപിലുണ്ട്. ഈ നക്ഷത്രം പോകുന്നത് നോക്കി ഈ വിദ്വാൻമാർ പുറകിൽ യാത്ര ചെയ്യുകയാണ്. അവർ യാത്ര ചെയ്ത് ഒടുവിൽ ഈ നക്ഷത്രം ശിശു പിറന്നതായ സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവർ നക്ഷത്രം കണ്ടതുകൊണ്ട് അത്യന്തം സന്തോഷിച്ചു. അവർ ആ വീട്ടിൽ ചെന്നു. ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീണവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്ന്, കുന്തിരുക്കവും മൂരും കാഴ്ചവെക്കുക. അതിൻ്റെ 11-ാമത്തെ വാക്യം. അതിലൊന്ന് പൊന്ന് രാജാവിനുള്ളതാണ്, കുന്തിരുക്കം പുരോഹിതനുള്ളതാണ്, മൂറ് പ്രവാചകനുള്ളതാണ്. ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ള സത്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ്. അവർ ആ നക്ഷത്രം കണ്ടതുകൊണ്ട് അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ അവർ ചെന്നു. യേശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീണ് അവനെ നമസ്കരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആത്മീക ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കിയാൽ അത് നമ്മുടെ മുൻപാകെ പോകുന്നതായ ഈ നക്ഷത്രമാരാണ്. വിദ്വാൻമാർ യേശുവിനെ തേടി വരികയാണ്. അവരുടെ യാത്രയുടെ ഉദ്ദേശം അവനെ നമസ്കരിക്കുക എന്നുള്ളതാണ്. അവനെ നമസ്കരിച്ച് അവന് ചില കാഴ്ചകൾ വെക്കണം എന്നുള്ളതാണ്. ഒരു മുൻപിലേക്ക് വന്നപ്പോൾ അവിടെ മുൻപിൽ അവർ നയിച്ചതായ നക്ഷത്രം അത് എങ്ങോട്ട് പോകുന്നു അവിടെയൊക്കെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ നശിപ്പിക്കുവാനുള്ള ഹെരോദാവിൻ്റെ ശുദ്ധമായ ഉദ്ദേശങ്ങളെക്കുറിച്ച് വിദ്വാൻമാർ തികച്ചും അറിവില്ലാത്തവരായിരുന്നു. തങ്ങളുടെ വരവിൻ്റെ ലക്ഷ്യം നേടിക്കഴിഞ്ഞപ്പോൾ യെരുശലേമിൽ ചെന്ന് തങ്ങളുടെ വിജയത്തെക്കുറിച്ച് ഹെരോദാവിനെ ധരിപ്പിക്കണമെന്ന് അവർ കരുതി. എന്നാൽ ഒരു ദർശനത്തിൽ കൂടെ ഇനി ഹെരോദാവുമായി സമ്പർക്കം പുറത്തുകൂടാ എന്ന ദൈവിക നിർദ്ദേശം അവർക്ക് ലഭിക്കുകയും വേറൊരു വഴിയായി അവർ തങ്ങളുടെ ദേശത്ത് മടങ്ങിപ്പോയതായും കാണുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ രക്ഷകനെ കണ്ടെത്തുന്ന, അല്ലെങ്കിൽ നമ്മുടെ രക്ഷകനെ തേടിയുള്ളതായ, രക്ഷകന്റെ അടുക്കലേക്ക് എത്തുവാനുള്ളതായ നമ്മുടെ യാത്രയിലും നമ്മുടെ ലക്ഷ്യം ആ രക്ഷകന്റെ അടുക്കൽ എത്തുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ജീവിതത്തിൽ എന്തെല്ലാം ക്ലേശങ്ങളും എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കപ്പെട്ടാലും അതെ, ആ നക്ഷത്രം നമുക്ക് മുൻപായി യാത്ര ചെയ്യുകയാണ്.
ആ നക്ഷത്രം ദൈവത്തിൻ്റെ ഒരു കരുതലാണ്. ആ നക്ഷത്രം ദൈവത്തിൻ്റെ നിന്നോടുള്ള അദമ്യമായ സ്നേഹമാണ്. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിക്കുകയാണ്. ഇപ്പോൾ പ്രിയ ദൈവമക്കളെ, നാം ഈ കാലത്തിൻ്റെ അന്ത്യത്തിലെത്തിയിരിക്കുകയാണ്. യുഗങ്ങളുടെ അവസാന കാലഘട്ടത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. ഇത് കൃപായുഗത്തിൻ്റെ അന്ത്യകാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ അതേ ഒരു നക്ഷത്രം ഉദിക്കേണ്ടതായിട്ടുണ്ട്. ആരാണ് ആ നക്ഷത്രം? നമ്മുടെ ഉദയ നക്ഷത്രമായ കർത്താവായ യേശു ക്രിസ്തു അവൻ ഉദിക്കുവാൻ പോവുകയാണ്. അസാധാരണമായ വെളിച്ചം ആകാശത്ത് കണ്ടപ്പോൾ, നക്ഷത്രത്തെ ആകാശത്ത് അവർ ആദ്യം ദർശിച്ചപ്പോൾ, അവരവരുടെ കയ്യിലിരുന്ന പ്രവാചക വാക്യങ്ങളെല്ലാം വിശകലനം ചെയ്ത് തിരയുകയാണ്. ഓരോ താളുകൾ മറിച്ചു നോക്കി, അതേ, യഹൂദന്മാർക്ക് രാജാവായി പിറന്നവൻ യേശുവാണെന്ന് അവർ മനസ്സിലാക്കുകയാണ്. അവൻ എവിടെ പിറക്കുമെന്ന് അവർ കണ്ടെത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമുക്കൊരു പ്രവാചക വാക്യമുണ്ട്. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഒരു പ്രവാചക വാക്യം അധികം സ്ഥിരമായി നമുക്കുണ്ട് എന്ന്. നേരം വിളിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുമ്പോഴും ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ നിങ്ങൾ കരുതിക്കൊണ്ടാണ് നന്ന്. ദൈവത്തിന് സ്തോത്രം. അത് ഒരു ഉദയ നക്ഷത്രമാണ്. നമ്മുടെ കർത്താവായ യേശു വെളിപ്പെടുവാൻ പോവുകയാണ്. അവൻ വെളിപ്പെടുവാൻ പോകുന്ന കിഴക്ക് അവർ കണ്ടതല്ല, ആ അക്ഷരികമായ ഒരു നക്ഷത്രമല്ല. ഇനി വെളിപ്പെടുവാൻ പോകുന്നത് തേജോമയനായ കർത്താവായി അവനതാ 1000 സൂര്യ തേജസ്സോടുകൂടി അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുവാൻ പോവുകയാണ്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി പ്രത്യക്ഷപ്പെടുകയാണ്. നമ്മുടെ ജീവനായ ക്രിസ്തു ആ തേജസ്സിൽ വെളിപ്പെടുവാൻ പോവുകയാണ്. അതിൻ്റെ 19-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അതിൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. ഇന്ന് ലോകം മുഴുവൻ അക്ഷരികമായി ഇന്ന് ലോകത്ത് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ, അതേ പ്രിയ സഹോദര ഒരു ചോദ്യം ചോദിക്കുകയാണ്. വാസ്തവത്തിൽ സകല മാനകുലത്തിൻ്റെ രക്ഷയ്ക്കായി താണഭൂമിയിൽ വന്ന് പിറന്നവനായ യേശുവിനെ നീ കണ്ടെത്തിയോ? നിനക്കിപ്പോഴും ആ നക്ഷത്രം ഉദിക്കപ്പെട്ടിരിക്കുന്നുവോ? അല്പം ചിന്തിച്ചു കൊള്ളുക. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ ശബ്ദം നിന്നെ തൊടുമാറാകട്ടെ, നിന്റെ ഹൃദയങ്ങളെ ഉണർത്തുമാറാകട്ടെ.